അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുമായും അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടവുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൻ്റെ പൊതുമനസ്സിനു മുന്നിൽ പച്ചക്കള്ളം മാത്രം വിളമ്പുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് കേരളത്തിൻ്റെ ജനത പറയുന്നു, പിണറായി വിജയ, ആദ്യം രാഷ്ട്രീയ ധർമ്മം എന്തെന്ന് പഠിക്കൂ. ആ രാഷ്ട്രീയ ധർമ്മം പഠിച്ച് ആ രാഷ്ട്രീയ ധർമ്മം നടപ്പാക്കൂ. അതിനുശേഷം മാധ്യമധർമ്മം പഠിപ്പിക്കാൻ ചൂരൽ വടിയുമായി ഒരു സ്കൂൾ മാഷിൻ്റെ രീതിയിൽ ഇറങ്ങിത്തിരിക്കാം. മാധ്യമധർമ്മം പഠിപ്പിക്കാനുള്ള യോഗ്യത 7 അയലത്ത് പിണറായി വിജയ നിങ്ങൾക്കില്ല എന്ന് കേരളത്തിൻ്റെ ജനത ഉറപ്പിച്ചു പറയുകയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ കുടിച്ചു കൂത്താടി എതിർമുദ്രാവാക്യം വിളിക്കുന്ന സഖാക്കളെ, അന്തം കമ്മികളെ പാർട്ടി വേദിയിൽ നിന്നുകൊണ്ട് ചീത്ത പറയുന്നത് പോലെയല്ല ജനാധിപത്യ രീതിയിൽ ജനങ്ങളോട് സംവദിക്കേണ്ടത്. ജനങ്ങൾക്ക് മുന്നിൽ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട്, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭ്യമായി ഉത്തരം പറഞ്ഞുകൊണ്ട്, ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് വേണം ഒരു ഭരണാധികാരി ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. അങ്ങനെ ജനങ്ങളുടെ ചോദ്യങ്ങൾ അവരുടെ നാവിൽ നിന്നുയരുമ്പോൾ അവരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട്, അവരെ വിരട്ടിക്കൊണ്ട്, അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവിടെ അധികം നാൾ ഒരു ഏകാധിപതിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേരളത്തിൻ്റെ ജനത പിണറായി വിജയനോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പിണറായി വിജയൻ എല്ലാ ദിവസവും വൈകിട്ട് 6 മണി തള്ളുണ്ട്. കോവിഡ് വാർത്താവായന പഠന കളരി വാർത്ത വായിച്ച് പഠിക്കുകയാണ്. എങ്ങനെയാണ് ഡാറ്റാസ് അവതരിപ്പിക്കാം എന്ന് പിണറായി വിജയൻ വാർത്ത വായിച്ച് പഠിക്കുന്നു. അതൊരു തള്ളു വാർത്താ സമ്മേളനമാണ്. വാർത്ത വായിച്ച് പഠിക്കൽ കളരിയായി നിൽക്കുന്ന ആ തള്ളു PR വർക്ക് ആ കേരളത്തിൻ്റെ ജനതയെ അക്ഷരാർത്ഥത്തിൽ അത് ഏതു തരത്തിലായാലും ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. കോവിഡ് എത്ര പേർക്ക് ഒരു ദിവസം കോവിഡ് ബാധിച്ചു എന്ന് പിണറായി വിജയൻ്റെ ഡേറ്റ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമേ ഇല്ല. അതൊരു DMO പറഞ്ഞുകൊള്ളും അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ, അല്ലെങ്കിൽ ഒരു ജില്ലാ കളക്ടർ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞുകൊള്ളും, അല്ലെങ്കിൽ ഒരു ജില്ലാ പോലീസ് മേധാവി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞുകൊള്ളും, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് മാധ്യമങ്ങൾക്ക് നൽകുന്ന കുറിപ്പ് മതി ആ ഡാറ്റാസ് അവതരിപ്പിച്ചുകൊണ്ട്. ആ കുറിപ്പ് മതി പൊതുജനത്തിന് അറിയാൻ. എല്ലാ ദിവസവും 6 മണിക്ക് വന്നിരുന്നു തള്ളുമ്പോൾ കേരളത്തിൻ്റെ ജനത ചോദിക്കുന്ന ചോദ്യമുണ്ട്. കേരളത്തിലെ സാധാരണക്കാരുടെ രോഗവിവരങ്ങൾ കച്ചവടമടിക്കാൻ ഗൂഢതന്ത്രം ഒരുക്കിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തിയുമായി, മുതലാളിത്ത ശക്തിയുമായ അമേരിക്കയിലെ ഏറ്റവും വിവാദങ്ങളിൽപ്പെട്ട സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് ഡാറ്റ കച്ചവടത്തിൻ്റെ കരാർ എഴുതി കമ്മീഷൻ്റെ ഇടപാട് ഉറപ്പിക്കുമ്പോൾ പിണറായി വിജയ എന്തുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആ സ്പ്രിംഗ്ലർ ഇടപാടിനെ കുറിച്ച് കേരളത്തിൻ്റെ പൊതുജനത്തെ അറിയിച്ചില്ല? ഇതിനാണ് പിണറായി വിജയൻ മറുപടി പറയേണ്ടത്. ഇത് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തുന്ന മറുപടിയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ചോദ്യമാണ്. അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത പഠിക്കുക പിണറായി വിജയ. മാധ്യമധർമ്മം പിന്നെ പഠിപ്പിക്കാം. രാഷ്ട്രീയ ധർമ്മം പഠിച്ച് പെരുമാറൂ, മാധ്യമധർമ്മം പിന്നെ പഠിപ്പിക്കാം. കേരളത്തിൻ്റെ ജനത പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, താൻ എല്ലാ ദിവസവും 6 മണിക്ക് വന്നിരുന്ന് കോവിഡിൻ്റെ കണക്ക് PR വർക്കിൻ്റെ ഭാഗമായി അങ്ങ് തള്ളുമായിരുന്നല്ലോ. അങ്ങനെ തള്ളുന്ന കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ എങ്കിൽ 1 രൂപ സംഭാവന ചെയ്യുന്നവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുമായിരുന്നല്ലോ. വ്യക്തികളുടെ പേരുകൾ, ഗ്രൂപ്പുകളുടെ പേരുകൾ, സ്ഥാപനങ്ങളുടെ പേരുകൾ ഒക്കെ അനൗൺസ് ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ ജനത അറിയുന്നു, ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമർപ്പിച്ചവരിൽ നിന്നുപോലും സ്വപ്ന സുരേഷ് എന്ന അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി കമ്മീഷൻ പറ്റി എന്ന ഞെട്ടിക്കുന്ന വിവരം കേരളത്തിൻ്റെ ജനത വിറങ്ങലിച്ച് നിന്നറിയുകയാണ്. അപ്പോൾ അതൊക്കെ ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ആ തള്ളു വാർത്താ സമ്മേളനത്തിൽ ഒരു ദിവസം പോലും എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ കമ്പനിയുമായി നടത്തിയ ഇടപാടിനെക്കുറിച്ച് താൻ കേരളത്തിൻ്റെ ജനതയെ അറിയിച്ചില്ല? അത് അറിയിക്കേണ്ടത് രാഷ്ട്രീയ ധർമ്മമല്ല. ആ രാഷ്ട്രീയ ധർമ്മം മറന്നുപോയ കേരളത്തിൻ്റെ ജനതയെ വഞ്ചിച്ച ഭരണാധികാരിയായ പിണറായി വിജയന് മാധ്യമധർമ്മം പഠിപ്പിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് പിണറായി വിജയ എന്ന് കേരളത്തിൻ്റെ ജനത ചോദിക്കുകയാണ്. മറ്റൊന്ന്, രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ തകർക്കുന്നതിന് വേണ്ടി, രാജ്യത്തെ വിധ്വംസക ശക്തികൾക്ക് പണം എത്തിക്കാൻ വേണ്ടി സ്വർണ്ണക്കള്ളക്കടത്തും ആയുധക്കള്ളക്കടത്തും ലഹരിക്കള്ളക്കടത്തും നടത്തുന്ന സ്വപ്ന സുരേഷിനെ തിരിച്ചറിയാൻ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിലെ ഇൻ്റലിജൻസ്
വിഭാഗങ്ങൾക്ക് കഴിയാത്തത് എന്ത് പിണറായി വിജയ? ഈ താങ്കൾ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണോ? ഇന്റലിജൻസ് വിഭാഗങ്ങൾ തികഞ്ഞ പരാജയമാണോ? അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി നിരങ്ങിയതുപോലെ കേരളത്തിൽ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾ കയറി നിരങ്ങുന്നില്ല എന്ന് എന്താണ് ഉറപ്പ്? ആ സ്വപ്ന സുരേഷ് കയറി ഇറങ്ങുമ്പോൾ ആ സ്വപ്ന സുരേഷിൻ്റെ ഭൂതകാലവും പ്രവർത്തനകാലവും ഒന്നും മുൻകൂട്ടി കാണാനും പ്രതിരോധിക്കാനും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഇൻ്റലിജൻസ് വിഭാഗത്തിനും പോലീസിനും എന്തുകൊണ്ട് കഴിഞ്ഞില്ല പിണറായി വിജയ? അതിന് ഉത്തരം പറയൂ. ആ ഉത്തരം പറയുക എന്നുള്ളത് രാഷ്ട്രീയ ധർമ്മമാണ്. ആദ്യം ആ രാഷ്ട്രീയ ധർമ്മം പാലിക്കൂ. തിരുവനന്തപുരം നഗരസഭ ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ പെട്ടുനിൽക്കെ ആ നഗരസഭാ പരിധിയിൽ നിന്ന് NIA UAPA അടക്കം ചുമത്തപ്പെട്ട സ്വപ്ന സുരേഷ് എന്ന പ്രതി, ആ സരിത്ത് എന്ന് പറയുന്ന പ്രതി കേരളത്തിലുടനീളം സുഖമായി സഞ്ചരിച്ചതെങ്ങനെ? കേരളത്തിൻ്റെ അതിർത്തി കടന്ന് ബംഗളൂരുവിൽ എത്തിയതെങ്ങനെ? കേരളത്തിൽ എങ്ങനെ സ്വപ്ന സുരേഷ് ഒളിച്ചിരുന്നു? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയ മറുപടി പറയൂ. അതാണ് രാഷ്ട്രീയ ധർമ്മം. ഇതേ സ്വപ്ന സുരേഷിന് 1,70,000 രൂപ ശമ്പളത്തിൽ 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയുമുള്ള അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് പണമെത്തിക്കുന്ന അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷിനെ ഉന്നത തസ്തികയിൽ പിണറായി വിജയൻ ഭരിക്കുന്ന IT വകുപ്പിന് കീഴിൽ നിയമനം ലഭിച്ചത് എങ്ങനെ പിണറായി വിജയ? ഇത് രാഷ്ട്രീയ ധാർമ്മികതയാണ്, രാഷ്ട്രീയ ധർമ്മമാണ് ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. ആദ്യം കേരളത്തിൻ്റെ പൊതുജനം ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കാണിക്കൂ. ആ രാഷ്ട്രീയ ധർമ്മം പഠിക്കൂ. അതിനുശേഷം മാധ്യമധർമ്മം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കാം പിണറായി വിജയ. കേരളത്തിൻ്റെ ജനത ഉച്ചത്തിൽ പറയുന്നു.